അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗം ആളുകളാണ് യതീമുകളും അതേപോലെ തന്നെ വിധവകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വിഭാഗത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയണമെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ഖുർആനായത്തോ ഹദീസോ നമ്മളൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധവകളെയും യതീം മക്കളെയും എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധവകളെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും മനസ്സിലാകണം കേട്ടോ. പക്ഷേ പല മനുഷ്യരും വിഡ്ഢിത്താണ് കാണിക്കുക. ഇപ്പം നമ്മുടെ അടുത്തൊരു വിധവേനെ കിട്ടിയ ഒരു യതീമിനെ കിട്ടിയ അതുങ്ങളെ നമ്മൾ നല്ല നിലക്ക് നോക്കുകയാണ് വേണ്ടത്. കാരണം എന്താ അറിയുമോ, അതുങ്ങളെ നല്ല നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൻ സത്യവിശ്വാസിയും കൂടി ആണെങ്കിൽ അവനക്ക് രക്ഷപ്പെടാൻ വേറൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? കാരണം വിധവകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണോക്ക് നബി പറയണേ, വിധവകളുടെയും അഗതികളുടെയും സ്ഥിതി സുഖകരമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവനെ പോലെയാണ്. ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്നവനെ പോലെയാണെന്ന്. ആര്? ഈ വിധവകളുടെ കാര്യം സുഖകരമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന പോലെയാണ്. എന്നിട്ട് നബി എന്നെ പറയുന്നത്, അല്ലെങ്കിൽ രാത്രി നമസ്കരിക്കുകയും പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് എല്ലാ ദിവസവും രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കാൻ നമുക്ക് പറ്റുമോ? അതേപോലെ തന്നെ രാവിലെ എല്ലാ രാവുകളിലും നമുക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? പക്ഷേ നോക്ക്, നമ്മൾ വിധവകളെ അവരെ നല്ല നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി നിന്ന് നമസ്കരിക്കുന്നതിൻ്റെയും എല്ലാ ദിവസവും അഥവാ മരിക്കോളം രാവുകളിലെല്ലാം നോമ്പെടുക്കുന്നതിൻ്റെയും പ്രതിഫലം അവന് കിട്ടുമെന്ന് പറയുമ്പോൾ അത് എത്ര വലിയ കൂലിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പറഞ്ഞത്, നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണെന്ത്, നമുക്ക് ചുറ്റുപാടുമുള്ള വിധവകളെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗമാണല്ലോ യതീം മക്കൾ. നമ്മൾ ഈ യതീം മക്കളെ നല്ലോണം നോക്കണം എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ തനിക്കുള്ള ഒരു യതീമിനെ അല്ലെങ്കിൽ അന്യനായ ഒരാളുടെ യതീമിനെ അള്ളാഹു ആ യതീമിന് സ്വയം പര്യാപ്തത നൽകുന്നത് വരെ തന്നിലേക്ക് ചേർത്ത് വളർത്തിയാൽ, മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ പറയുമല്ലോ അവനൊരു നല്ല ജീവിതം ആകുക എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ യതീമിനെ നല്ലൊരു ജീവിതത്തിലേക്ക് നാം കാരണം എത്തിച്ചു കഴിഞ്ഞാൽ നബി അവസാനം പറയണേ, വജബത് ലഹുൽ ജന്ന, അവനക്ക് സ്വർഗമല്ലാതെ മറ്റ് പ്രതിഫലമില്ല എന്നാണ്. അപ്പോൾ അവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, യതീം മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല യതീം മക്കളെയും വിധവകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ ചെയ്യുന്നത് പോലെ ഈ രണ്ട് പാവം വിഭാഗം ആളുകൾ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അള്ളാഹു സ്നേഹിച്ചവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ ആദരിക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരുടെ കുറവുകൾ കൊണ്ടല്ല അവർ വിധവയായത്, അവർ യതീമായത്. മറിച്ച് പടച്ച തമ്പുരാൻ്റെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് അവർ വിധവയായതും അതേപോലെ തന്നെ യതീം മക്കളായതും. അവരതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം കൊടുക്കും. ഇതേപോലെ തന്നെ വിധവകളും യതീം മക്കളും വിധവകളല്ലാത്ത യതീം മക്കളല്ലാത്ത ആളുകൾക്കും ഒരു പരീക്ഷണമാണ്. എന്താണെന്നറിയോ? അവരെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ പരിഗണിക്കുന്നില്ലേ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്കൊരു പരീക്ഷണം കൂടിയാണ് ഈ വിധവകളും യതീമുകളും. അപ്പോൾ ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കണം. ആ പരീക്ഷണത്തിൽ ജയിക്കണമെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ വിധവകളെ സംരക്ഷിച്ചാൽ വലിയ കൂലി കിട്ടും, യതീമുകളെ സംരക്ഷിച്ചാലും വലിയ കൂലി കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ യതീം മക്കളെ നിങ്ങളൊന്ന് സ്നേഹിച്ച് നോക്കി നോക്ക്. യതീം മക്കളെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളെ ആ നിലക്ക് ഒരു പക്ഷെ നിങ്ങളെ സ്നേഹിച്ചു എന്ന് വരില്ല. അഥവാ യതീം മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഒരു പക്ഷേ
നിങ്ങളുടെ സ്വന്തം മക്കൾ പോലും സ്നേഹിക്കില്ല. കാരണം എന്താ അറിയോ, ഈ യത്തീം മക്കൾ എന്നുള്ളത് അത് നിങ്ങൾക്ക് സ്നേഹം കിട്ടാത്തവരാണ്. നമുക്കറിയാലോ, വാപ്പയിൽ നിന്നും സ്നേഹം കിട്ടാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇതുങ്ങൾക്ക് എവിടുന്നാണോ സ്നേഹം കിട്ടുക അതിൻ്റെ പിന്നാലെ നിങ്ങൾ കൂടും. നിങ്ങൾ യത്തീം മക്കളൊന്ന് സ്നേഹിച്ച് നോക്കി നോക്ക്, അവർക്ക് വല്ലാത്ത സന്തോഷമാവും. ഒരു പക്ഷേ ഞാൻ പറയാലോ, ഒരു പക്ഷേ ഈ യത്തീം മക്കളെ നിങ്ങളെ നോക്കാനുണ്ടാവില്ല അവസാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു മനുഷ്യനെയും അവഗണിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരു പക്ഷേ ഈ അവഗണിച്ചവനായിരിക്കും നാളെ നമുക്ക് താങ്ങായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, യത്തീം മക്കളെയും നല്ലോണം നോക്കുക, വിധവകളെയും സംരക്ഷിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പടച്ചമ്പുരാൻ ഇരു ലോകത്തും നമുക്ക് അതിന് അർഹമായ പ്രതിഫലം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.